മറിയച്ചേട്ടത്തിയുടെ ഒരു മാറ്റമേ. ഇനി മറിയക്കുട്ടിയുടെ പഴയ ഒരു പ്രതികരണം കൂടി പ്രേക്ഷകർക്കൊന്ന് കാണാം. ഞാൻ പണ്ടേ കോൺഗ്രസ് മറിയക്കുട്ടിക്ക് KPCC വീട് വെച്ച് നൽകാനുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. 2 മാസം കൊണ്ട് ആ വീടിന്റെ പണി പൂർത്തിയാക്കി താക്കോൽദാനം നിർവഹിക്കും എന്ന് ഞാനിവിടെ നിങ്ങളെ അറിയിക്കുകയാണ്. കേരളത്തിൽ BJP അധികാരത്തിൽ വരണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP അടിമാലി സ്വദേശി മറിയക്കുട്ടി പാർട്ടി അംഗത്വം സ്വീകരിച്ചെന്ന് BJP. വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലെത്തിയ മറിയക്കുട്ടിയെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. നേരത്തെ KPCC മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾ അവഗണിച്ചതുകൊണ്ടാണ് BJPയിലേക്ക് പോയതെന്നും വീട് നിർമ്മിച്ചു നൽകിയത് KPCC അല്ല ജനപ്രതിനിധികളാണെന്നും മറിയക്കുട്ടി പറഞ്ഞു. എനിക്ക് നല്ല ചെയ്യുന്ന ആരും അവിടെയെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് ഇതിൽ പോയാൽ പിന്നെ എനിക്ക് ഞാൻ അവിടെ ഏത് രാജ്യത്തെ ഏതായാലും BJPക്കാരും എല്ലാം കാവടി കൂടി എനിക്ക് ആഹാരം ഇതൊക്കെ തരാൻ മാറിപ്പോവുള്ളൂ. നാളെ അവർക്കേ ഞാൻ തൊടുപുഴ ചെന്നു, അവിടെ BJP ഉണ്ട്. ഇത് മുൻകാശ്ശേരി അവിടെ BJP ഉണ്ട്. ആര്യമാരി എറണാകുളം വരുമ്പോൾ അവരെവിടെ ചെന്നാലും BJPക്കാരെന്റെ കൂടെ. കോൺഗ്രസ് ഇല്ല കേട്ടോ. കോൺഗ്രസ് കാര്യം നടന്നത്. ചന്ദ്രശേഖർ ഷാളടിഞ്ഞു, അതുപോലെ തന്നെ പൂ തന്ന് സ്വീകരിച്ചു. മെമ്പർഷിപ്പ് എടുത്തു എന്നാണ് പറയുന്നത്. BJP ചേർന്നു. BJP ചേർന്നു. എന്താ അങ്ങനെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ജീസ് എന്നോട് പറഞ്ഞാൽ ജോൺസിയും പറഞ്ഞേക്കണുണ്ടല്ലോ ഹാപ്പി അതിന് വലിയ ആളാക്കിയാലെന്ന് പറഞ്ഞു. അവന്റെ വലിയ ആളെ ഞാനും ആകണില്ല. KPCC ഒരു വീടൊക്കെ നിർമ്മിച്ചു വന്നായിരുന്നല്ലോ. അത് ഞാൻ തക്കാത്തിലൊന്നുമില്ല, 1-ാം തീയതി അധ്വാനിച്ചതാ. എന്തൊക്കെയായിരുന്നു മറിയക്കുട്ടി ചേർത്തി സംസ്ഥാന അധ്യക്ഷന്റെ കയ്യിൽ നിന്നും പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിക്കുകയാണ്. മഹിളാ സമാജം ഉണ്ടായിരുന്നായിരുന്നു എന്നെ വിളിച്ചിട്ട്. അങ്ങനെ പല പരിപാടികൾ കോൺഗ്രസ്സുകാർ നടത്തി. അന്നേരം ആൾക്കാരെ ഞാൻ മറിപിടിച്ചോണ്ട് പറയാൻ ഞാൻ അങ്ങനെ അവരെ ഞങ്ങൾ വലുതാക്കിയാണ്. ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ അങ്ങനെ അവരെ വലുതാക്കിയാണ്. എന്നെ അവർ വലുതാക്കണ്ട, അങ്ങനെ BJPക്കാർ വലുതാക്കും. അത് മതി എനിക്ക്. കോൺഗ്രസ് വലുതാക്കണ്ട അത് പറയാൻ കൊള്ളാമോ? അവരെന്നെ വിളിച്ചില്ല. എനിക്കറ പരിപാടി പറഞ്ഞാൽ എന്നെ വിളിക്കണ്ടാവോ? ആ വെട്ടിക്കെന്ന് പറഞ്ഞാൽ പഴയ മെമ്പറാ, ഇപ്പൊ അവനല്ല.